ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള സ്കിൽസ് ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ പേപ്പറിലെ സെക്കൻഡ് സെഷൻ ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഫസ്റ്റ് സെഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു. അതിന്റെ സെക്കൻഡ് സെഷൻ ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോക്കാം. പ്രധാനമായിട്ടും ടീച്ചേഴ്സിന്റെ റോൾ എന്തൊക്കെയാണ്. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് മെന്റേഴ്സ് ആയിട്ടും കൂടെ ആക്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് അല്ലെ. അപ്പൊ ഒരു ടീച്ചർ എങ്ങനെയാണ് മെന്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടത്, നമ്മൾ ചൈൽഡ് പ്രൊട്ടക്ഷന് ടീച്ചേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക്, റെഫറൽ സർവീസസ് ഫോർ ദ വൾണറബിൾ ചിൽഡ്രൻ. നമുക്കറിയാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങൾ നേരിടുന്ന കുട്ടികൾക്ക് നമുക്കൊരു റെഫറൽ സർവീസ് കൊടുക്കാൻ പറ്റണം അല്ലെ. ഇൻ കേസ് നമ്മൾ ടീച്ചേഴ്സിന്റെ കയ്യിലോ പാരന്റ്സിന്റെ കയ്യിലോ നിൽക്കാത്ത ചില കേസസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് വേറെ ആർക്കെങ്കിലും അതിന്റെ എക്സ്പേർട്സിന് അല്ലെങ്കിൽ ഒരു ഹയർ പ്രൊഫഷണൽസിന് നമുക്കത് ചിലപ്പോൾ കൈമാറേണ്ടി വരും അല്ലെ. അതിനെയാണ് റെഫറൽ സർവീസസ് എന്ന് പറയുന്നത്. സോ പല റെഫറൽ സർവീസസ് ഉണ്ട്. എന്താണ് ഈ കൺസെപ്റ്റ് എന്നുള്ളത് നോക്കാം. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റെഫറൽ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്? A referral happens when someone contacts children's services. കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അഡീഷണൽ സർവീസസ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ആരെങ്കിലും ആവശ്യപ്പെടുന്ന സമയത്താണ് നമ്മൾ ഒരു റെഫറൽ കൊടുക്കുന്നത്. ഇറ്റ് ഇസ് ഡൺ ബിക്കോസ് ദ പേഴ്സൺ ഇസ് വറീഡ് അബൌട്ട് എ ചൈൽഡ് സേഫ്റ്റി ഓർ വെൽബീയിങ്. നമ്മുടെ കുട്ടിയുടെ സേഫ്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു കുട്ടീന്റെ ഓവറോൾ വെൽബീയിങ്ങിനെ കുറിച്ചിട്ടോ കുട്ടീനെ എന്തെങ്കിലും തരത്തിൽ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വളരെ പേടിയോ അല്ലെങ്കിൽ ഒരു വറീനെസ്സോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു റെഫറൽ നമ്മൾ ആവശ്യപ്പെടുക. എ റെഫറൽ ക്യാൻ ബി മെയ്ഡ് ബൈ എ പാരന്റ്, ഫാമിലി മെമ്പർ, എ ഫ്രണ്ട്, എ ടീച്ചർ, ഡോക്ടർ ഓർ എനി കൺസേൺ പേഴ്സൺ. നമുക്ക് ഒരു പാരന്റ് ആയിരിക്കാം മേ ബി റെഫറൽ ആവശ്യപ്പെടുന്നത്, ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം, തന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തോ ടീച്ചറോ മേ ബി ഡോക്ടേഴ്സോ ആയിരിക്കാം ഈ ഒരു റെഫറൽ ആവശ്യപ്പെടുന്ന ആളുകൾ. ദ റെഫറൽ മേ ബി അബൌട്ട് അബ്യൂസ്, മെന്റൽ ഇൽനെസ്, സബ്സ്റ്റൻസ് അബ്യൂസ്, ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. കുട്ടികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടും അല്ലെ. മേ ബി എന്തെങ്കിലും അബ്യൂസ് ആയിരിക്കാം, അതിൽ നിന്ന് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു റെഫറൽ ആവശ്യപ്പെടുന്നത്. മേ ബി മെന്റൽ ഇൽനെസ്സിൽ നിന്നും ഒരു രക്ഷ എന്നുള്ള രീതിയിലായിരിക്കും. ഇനി കൈൻഡ് ഓഫ് ഡ്രഗ്സോ അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ അതൊന്നൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിലായിരിക്കും റെഫറൽ ചോദിക്കുന്നത്. മേ ബി ലേണിംഗ് ഡിഫിക്കൽട്ടി, ഭയങ്കര സ്ലോ ലേണിംഗ് ആയിട്ടുള്ള കുട്ടികളോ അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന ചിൽഡ്രൻസിനും ഒരു റെഫറൽ മേ ബി നമുക്ക് ആവശ്യമായിട്ട് വരാം. സോ റെഫറൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്, നമുക്കൊരു കുട്ടീനെ കുറിച്ച് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കത് നമ്മുടെ ഒരു റൈറ്റ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു റൈറ്റ് ഏജൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് റെഫറൽ എന്ന് പറയാം കേട്ടോ. സോ ഐ ഹോപ്പ് ദാറ്റ് കൺസെപ്റ്റ് ക്ലിയർ ആണെന്നുള്ളത് റെഫറൽ. നെക്സ്റ്റ്, നീഡ്സ് അസസ്മെന്റ്. Assessment help decide what kind of help or support the child or family needs. നമുക്കൊരു കുട്ടീന്റെ പ്രശ്നം പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് കൈൻഡ് ഓഫ് സപ്പോർട്ടാണ് അല്ലെങ്കിൽ എന്ത് ഗൈഡൻസ് ആണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡിസൈഡ് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒരു അസസ്മെന്റ് വളരെ നല്ലതാണ്. ആ അസസ്മെന്റിന് ശേഷം നമുക്കൊരു പ്രോപ്പർ കൺക്ലൂഷനിൽ എത്താൻ പറ്റും. എന്താണ് ഈ കുട്ടീന്റെ ആവശ്യം, എങ്ങനെ നമുക്ക് ഈ കുട്ടിനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത്. എ സോഷ്യൽ വർക്കർ യൂഷ്വലി ഡസ് ദിസ് ഓഫൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ പ്രൊഫഷണൽ. ഒരു സോഷ്യൽ വർക്കർ ആണ് യൂഷ്വലി ഈ ഒരു അസസ്മെന്റ് പ്രോസസ്സ് ചെയ്യാറുള്ളത്. മേ ബി വേറൊരു പ്രൊഫഷണലിന്റെയോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെയോ ഹെൽപ്പ് കൂടെ അതിൽ ചോദിക്കാൻ പറ്റും. വാട്ട് ദ സോഷ്യൽ വർക്കർ മസ്റ്റ് ഡു. ഇനി ഒരു സോഷ്യൽ വർക്കർ എങ്ങനെയാണ് ഇത്തരം കുട്ടികളുടെ പ്രോബ്ലംസിനെ നേരിടേണ്ടത്, എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നോക്കാം കേട്ടോ. വിസിറ്റ് ദ ഫാമിലി ആൻഡ് ടോക്ക് അബൌട്ട് ദ ഇഷ്യൂസ് റേസ്ഡ്. ആ ഒരു പ്രോബ്ലം നടന്ന കുട്ടിയുടെ ഫാമിലി വിസിറ്റ് ചെയ്യും, എന്താണ് ഇഷ്യൂ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവരുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തും. ടോക്ക് ടു ദ ചൈൽഡ് അലോൺ ടു അണ്ടർസ്റ്റാൻഡ് ദെയർ വ്യൂ. ഇനി ഫാമിലിയോട് സംസാരിച്ചതിന് ശേഷം ആ കുട്ടിയോട് എന്താണ് പ്രോബ്ലം ഉണ്ടായതെന്നും അതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു മനസ്സിലാക്കാൻ ആ സോഷ്യൽ വർക്കർ ശ്രമിക്കും. വർക്ക് വിത്ത് അതർ പ്രൊഫഷണൽസ് ഹു ആർ ഇൻവോൾവ് വിത്ത് ദ ചൈൽഡ് ഓർ ഫാമിലി. ഇനി എന്താണ് ഈ ഒരു മേ ബി സോഷ്യൽ വർക്കറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അതർ പ്രൊഫഷണലിന്റെയോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെയോ സഹായം തേടാം. Okay, check the child's development to see if they are growing and learning as they should.
ഇനി ഈ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടോ, വളരെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടോ, പഠനത്തിലെല്ലാം മുന്നിലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു സോഷ്യൽ വർക്കർ ചെക്ക് ചെയ്യും കേട്ടോ. നെക്സ്റ്റ്, referral services of psychosocial support offered by children's social care service center. നമ്മൾ പറഞ്ഞു ഇത്തരം വൾണറബിൾ ചിൽഡ്രൻസിന് റെഫറൽ സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു അല്ലെ. പലതരത്തിലുള്ള റെഫറൽ സർവീസസ് ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അതിനെ PFA എന്നാണ് കേട്ടോ പറയാം. PFA is based on human resilience. അതായത് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നേരിടുന്ന പല പ്രശ്നങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് people recover from trauma, disaster, crisis or എമർജൻസി. നമ്മൾ എന്തെങ്കിലും ഒരു ട്രോമയിൽ നിന്ന് റിക്കവർ ആവാൻ, അത് മേ ബി ആരുടെങ്കിലും മരണമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ വളരെ ഒരു ഡിഫിക്കൽട്ടി ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു സീരിയസ് ക്രൈസിസിൽ നിന്നും റിക്കവർ ആവാൻ, അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ആവാൻ ഒക്കെയുള്ള ഇത്തരം സാഹചര്യങ്ങളിലാണ് നമുക്ക് ഈ ഒരു PFA റെഫറലിന്റെ ഹെൽപ്പ് നമുക്ക് കിട്ടുന്നത്. PFA റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് സപ്പോർട്ട്സ് ഹീലിംഗ്. ഒരു മനുഷ്യൻ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള സ്ട്രെസ്സുകളും റെഡ്യൂസ് ചെയ്യാനും, ആ ഒരു മുറിവ് അല്ലെങ്കിൽ അത് എന്ത് കൈൻഡ് ഓഫ് മുറിവ് ആയിക്കോട്ടെ, ഇമോഷണലി ആയിരിക്കാം, ഫിസിക്കലി ആയിരിക്കാം, ആ ഒരു ആ ഒരു ഹീലിംഗ് റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു PFA നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇറ്റ് പ്രൊവൈഡ്സ് കംഫർട്ട്, എംപതി ആൻഡ് എഡ്യൂക്കേഷൻ ഓൺ സ്ട്രെസ്. നമുക്ക് എല്ലാ തരത്തിലുള്ള ഒരു കംഫർട്ട്, നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് റിക്കവറി ആവാൻ ഒരു കംഫർട്ട് ഈ ഒരു PFA നമുക്ക് തരും. ഒരു എംപതിയോടുകൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ ഹാൻഡിൽ ചെയ്യും, ഡീൽ ചെയ്യും. ഇനി സ്ട്രെസ് നമുക്ക് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം, നമുക്ക് എങ്ങനെ സ്ട്രെസ് ഫ്രീ ആവാം എന്നതിനെ കുറിച്ചൊരു എഡ്യൂക്കേഷനും ഈ ഒരു PFA നമുക്ക് തരും കേട്ടോ. സോ PFA എന്ന് പറയുന്നത് വൺ ഓഫ് ദ റെഫറൽ സർവീസ് ആണ്. അത് ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കും. നെക്സ്റ്റ്, ബേസിക് സ്റ്റെപ്സ് ഇൻ PFA. എന്തൊക്കെയാണ് ഈ ഒരു PFAയിലുള്ള ബേസിക് സ്റ്റെപ്സ് എന്ന് നോക്കാം. മേക്ക് കോണ്ടാക്ട് ആൻഡ് ബിൽഡ് ട്രസ്റ്റ്. നമ്മൾ ആർക്കാണോ നമ്മുടെ ആവശ്യമുള്ളത് അവരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയും അവരുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പിൽ നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുകയും ചെയ്യും PFA. ലെറ്റ് ദ പേഴ്സൺ ടോക്ക് അബൌട്ട് ദെയർ എക്സ്പീരിയൻസ് ഇഫ് ദേ വാണ്ട്. അവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു വേദി PFA ഒരുക്കി കൊടുക്കും. അവർക്ക് എന്തൊക്കെ അനുഭവങ്ങളാണോ ഉണ്ടായത് അതിനെക്കുറിച്ച് ഓപ്പൺ ആയിട്ട്, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഉള്ള ഒരു വേദി PFA ഒരുക്കി കൊടുക്കും. അഷ്വർ ദം ദെയർ ഇമോഷൻസ് ആർ നോർമൽ. അവരുടെ ഇമോഷൻസ്, നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ എന്തൊക്കെ ഇമോഷൻസിലൂടെ കടന്നു പോകുന്നു നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ അവർ എന്ത് ഇമോഷൻ പ്രകടിപ്പിക്കുകയാണെങ്കിലും, മേ ബി അത് ഹാപ്പിനെസ് ആയിരിക്കാം, മേ ബി എക്സ്ട്രീം സാഡ്നെസ് ആയിരിക്കാം, മേ ബി അത് വളരെ ആങ്സൈറ്റി, എല്ലാം എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ അവര് എന്ത് ഇമോഷൻസ് ആണ് പുറത്തെടുക്കുന്നതെങ്കിലും അത് നോർമൽ ആണെന്നും അത് ആർക്കും ഉണ്ടാവാം എന്നുള്ള ഒരു അഷ്വറൻസ് അല്ലെങ്കിൽ ആ ഒരു താങ്ങ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഹെൽപ്പ് വിത്ത് ഡിസിഷൻസ് ഇഫ് നീഡഡ്. ഇൻ കേസ് ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഹെൽപ്പ് ചെയ്യും, അതിനെ സപ്പോർട്ട് ചെയ്യും, ഗൈഡ് ചെയ്യും. ഗൈഡ് ദം ടു സപ്പോർട്ട് സർവീസ് ആൻഡ് റിസോഴ്സസ്. എന്തെങ്കിലും സർവീസ് ആവശ്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡീൽ ചെയ്യാനോ ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസും ഈ ഒരു PFA കൊടുക്കും കേട്ടോ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ റെഫറൽ. നെക്സ്റ്റ് റെഫറൽ ആണ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. പല ആളുകൾക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ. കൗൺസിലിംഗ് ഹെൽപ്സ് പീപ്പിൾ ഹാൻഡിൽ ഇമോഷണൽ ഓർ മെന്റൽ ഇഷ്യൂസ് ദേ കാൺ ഡീൽ വിത്ത് എലോൺ. നമുക്ക് തനിയെ ഡീൽ ചെയ്യാൻ പറ്റാത്ത ചില കേസസ് ഉണ്ടായിരിക്കും. അത് ഇമോഷണലി അല്ലെങ്കിൽ മെന്റൽ ഇഷ്യൂസ് എന്ത് വേണമെങ്കിലും ആവാം. നമുക്ക് തന്നെ താൻ ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു കേസസിനെയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഗിവൺ ബൈ ട്രെയിൻഡ് പ്രൊഫഷണൽസ്. എല്ലാവർക്കും കൗൺസിലിംഗ് നൽകാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതിനതായിട്ടുള്ള ഒരു എന്താ പറയാ എക്സ്പേർട്സിന് മാത്രം അല്ലെങ്കിൽ ട്രെയിൻ പ്രൊഫഷണൽസിന് മാത്രമേ കൗൺസിലിംഗ് പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ദ ഗോൾ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം ആൻഡ് സപ്പോർട്ട് ദ പേഴ്സൺ. നമ്മൾ കൗൺസിലിംഗിലൂടെ നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ പ്രോബ്ലം എന്താണ്, എന്ത് കൈൻഡ് ഓഫ് ഒരു സ്റ്റേജിലൂടെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തി കടന്നു പോകുന്നത്, അത് മനസ്സിലാക്കി അവർക്ക് അതിന് റിക്കവറി ചെയ്യാനുള്ള ഒരു കംപ്ലീറ്റ് സപ്പോർട്ടാണ് കൗൺസിലിംഗിലൂടെ കൊടുക്കുന്നത്. എ കൗൺസിലർ ലിസൺസ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഹെൽപ്സ് ദ ചൈൽഡ് ഫീൽ സേഫ് ആൻഡ് റെസ്പെക്റ്റഡ്. ഒരു കൗൺസിലർക്ക് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ലിസണിങ് കപ്പാസിറ്റി ആണ് അല്ലെ. അവരെ ഇന്റർഫിയർ ചെയ്യാതെ അവർക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അത് നമ്മൾ കംപ്ലീറ്റ്ലി ഇരുന്ന് കേൾക്കണം, അത് മനസ്സിലാക്കണം.
നമ്മളെ മുന്നിലിരിക്കുന്ന ആള് കംപ്ലീറ്റ്ലി സേഫ് ആണെന്നും അവർക്ക് നമ്മളൊരു കംപ്ലീറ്റ് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു 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 ഫീൽ അല്ലെങ്കിൽ ആ ഒരു ധാരണ അവർ നമ്മളെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം. കൗൺസിലിംഗ് ബിൽഡ്സ് കോൺഫിഡൻസ്, ലൈഫ് സ്കിൽസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി. കൗൺസിലിംഗിലൂടെ ആ ഒരു പ്രോബ്ലം അനുഭവിക്കുന്ന ആളിന് കംപ്ലീറ്റ് ഒരു കോൺഫിഡന്റ് ബിൽഡ് ചെയ്യാനും അവർക്ക് പലതരത്തിലുള്ള ലൈഫ് സ്കിൽസ് പിന്നീട് ഡെവലപ്പ് ചെയ്യാനും ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും കേട്ടോ കൗൺസിലിംഗിലൂടെ. അപ്പൊ ഇത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ റെഫറൽ ആണ്. Next one, capacity building. The goal is to improve the child's ability to manage challenges based on their needs. എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അല്ലെ, അതിനനുസരിച്ച് നമുക്ക് ചില പല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. അപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ചാലഞ്ചിനെ മറികടന്ന് നമുക്കതെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു സ്റ്റേജിലോട്ട് എത്തിക്കുന്നതിനെയാണ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രെയിനിങ്, കൗൺസിലിംഗ്, ഫോളോ അപ്പ്. അപ്പോ ഇത്തരം ചാലഞ്ചസ് ഫേസ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരും, കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും, ഫോളോ അപ്സ് റെഗുലർ ആയിട്ട് ചെയ്യേണ്ടി വരും. സോ ഇതൊരു റെഫറൽ ആണ്. എന്തെങ്കിലും ഒരു ബേസിക് ചാലഞ്ചസ് നമ്മുടെ ആവശ്യം പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കേസ് അല്ലെങ്കിൽ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യുന്ന റെഫറൽ, ആ ഒരു സിസ്റ്റത്തിനെയാണ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. സോ റെഫറൽസ് പല തരത്തിലുണ്ട് കേട്ടോ. നെക്സ്റ്റ്, പ്രൊവൈഡിംഗ് ലീഗൽ ഇൻഫോർമേഷൻ. ചിൽഡ്രൻ ഷുഡ് ബി ഗിവൺ ലീഗൽ ഇൻഫോർമേഷൻ ഇൻ എ സിമ്പിൾ അണ്ടർസ്റ്റാൻഡബിൾ വേ. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിക്ക് അവർക്ക് എല്ലാ തരത്തിലുള്ള ലീഗൽ ഇൻഫോർമേഷൻസും അറിഞ്ഞിരിക്കാൻ ആ കുട്ടി ബാധ്യസ്ഥയാണ് അല്ലെ. അത് വളരെ സിമ്പിൾ ആയിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൺവേ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ലീഗൽ ഹെൽപ്പ് ഷുഡ് ബി ആക്സസിബിൾ, ക്ലിയർ ആൻഡ് ചൈൽഡ് ഫ്രണ്ട്ലി. നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലീഗൽ ഹെൽപ്പ് എന്ന് പറയുന്നത് അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ളതായിരിക്കണം അല്ലെ. അവർക്ക് ഒരിക്കലും കിട്ടാത്തൊരു ലീഗൽ ഹെൽപ്പ് നമ്മൾ വെറുതെ വാഗ്ദാനം കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് ആക്സസിബിൾ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ലീഗൽ ഇഷ്യൂസ്, ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലീഗൽ ഹെൽപ്പ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് റെഫറൽ കേസ് ആണ് സോഷ്യൽ വർക്കേഴ്സ് സപ്പോർട്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മൾ എന്തെങ്കിലും അതിക്രമങ്ങൾ ഫേസ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഷ്യൽ വർക്കേഴ്സിന്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ആ കുട്ടികളെ എല്ലാ തരത്തിലും ഗൈഡ് ചെയ്യാനും അവർക്ക് വേണ്ട കെയർ പ്രൊവൈഡ് ചെയ്യാനും ലീഗൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനും സോഷ്യൽ വർക്കേഴ്സിന് സാധിക്കും. ഹെൽപ്പ് ദം ഡെവലപ്പ് ലൈഫ് സ്കിൽസ് ആൻഡ് സോഷ്യൽ സ്കിൽസ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസും സൊസൈറ്റിയിൽ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസും ഡെവലപ്പ് ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് കൊടുക്കാനും സോഷ്യൽ വർക്കേഴ്സിനാണ് സാധിക്കുക കേട്ടോ. സോ വൾണറബിൾ ചിൽഡ്രൻസിന് നമ്മൾ എന്താ പറയാ റെഫറൽസ് കൊടുക്കുക എന്ന് പറയുന്നത് പല തരത്തിലാണ്. നെക്സ്റ്റ്, ഫാമിലി റെഫറൽ സർവീസസ് മേ ബി ആവശ്യമായിട്ട് വരും അല്ലെ. അതായത് കുട്ടികൾക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും എന്തെങ്കിലും ഒരു സപ്പോർട്ടോ ഗൈഡൻസോ കൊടുക്കുന്നതിനെയാണ് ഫാമിലി റെഫറൽ സർവീസ് എന്ന് പറയുന്നത്. ദ എയിം ഈസ് ടു പ്രിവെന്റ് ഹാം ആൻഡ് സപ്പോർട്ട് യങ് പീപ്പിൾ ആൻഡ് വൾണറബിൾ ചിൽഡ്രൻ. നമ്മള് കുട്ടികളെയും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയെയും എന്തെങ്കിലും ഒരു സീരിയസ് ഇഷ്യൂയിലൂടെ കടന്നു പോവാണെന്നുണ്ടെങ്കിൽ അതിന്ന് അവരെ പ്രിവെന്റ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, കെയർ ചെയ്യുക എന്നുള്ളതാണ് ഫാമിലി റെഫറൽ സർവീസിന്റെ ഗോൾ. നെക്സ്റ്റ്, ടീച്ചേഴ്സ് ആസ് മെന്റേഴ്സ്. നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇപ്പൊ ഇല്ല അല്ലെ. അത് പണ്ട് കാലത്തായിരുന്നു നമ്മൾ ടീച്ചേഴ്സ് ആയിരുന്നത്. പിന്നീട് അത് ഫെസിലിറ്റേറ്റേഴ്സ് ആയി. ഇപ്പൊ നമ്മൾ മെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലോട്ടാണ് ടീച്ചേഴ്സ് കടന്നിട്ടുള്ളത്. എ മെന്റർ ഈസ് സംവൺ ഹു ഹെൽപ്സ് എ സ്റ്റുഡന്റ് ഗ്രോ ആൻഡ് സക്സീഡ്. നമ്മൾ കുട്ടി അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ അവരെ എല്ലാ തരത്തിലുള്ള ഒരു ഗ്രോത്തും അവർക്കൊരു എന്താ പറയാ ലൈഫിലൊരു സക്സീഡ് ആവുക എന്ന് പറയില്ലേ. ലൈഫിൽ എല്ലാ തരത്തിലും എന്ത് ചലഞ്ച് ഉണ്ടെങ്കിലും അത് ഫേസ് ചെയ്ത് വിജയിക്കാൻ വേണ്ടി ഒരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് മെന്റർ എന്ന് പറയുന്നത്. മെന്ററിങ് ഈസ് എ ടു-വേ പ്രോസസ് where both the mentor and student learn and share. ഒരു ടു-വേ പ്രോസസ് ആണ്, ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണ് മെന്ററിങ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു സൈഡിലോട്ട് മാത്രം കൊടുക്കുന്ന ഒരു സംഭവമല്ല. മെന്ററും അതുപോലെ തന്നെ സ്റ്റുഡന്റും ഒരുമിച്ച് വളരുകയും പല കാര്യങ്ങളും ഷെയർ ചെയ്യുകയും ലേൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് മെന്ററിങ് എന്ന് പറയുന്നത്. ഗുഡ് മെന്ററിങ് ബിൽഡ്സ് ട്രസ്റ്റ്, മോട്ടിവേഷൻ ആൻഡ് കോൺഫിഡൻസ്. ഒരു നല്ല മെന്ററിങ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് എല്ലാ തരത്തിലും നമ്മളിൽ ഒരു വിശ്വാസവും ഒരു മോട്ടിവേഷനും സെൽഫ് കോൺഫിഡൻസും എല്ലാം ബിൽഡ് ചെയ്യും. മെന്റേഴ്സ് ഹെൽപ്പ് സ്റ്റുഡൻസ് സെറ്റ് ഗോൾസ്, ഗെയിൻ സ്കിൽസ് ആൻഡ് ബിൽഡ് സെൽഫ് എസ്റ്റീം. നമുക്ക് നമ്മളെ കുറിച്ചിട്ട് തന്നെ ഒരു ധാരണ,
അല്ലെങ്കിൽ ഒരു നമുക്ക് നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യാനും നമ്മുടെ സ്കിൽസ് ഒരുപാട് ഉള്ളതിനെ വളർത്താനും ഇല്ലാത്തതിനെ ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും മെന്ററിങ്ങിലൂടെ സാധിക്കും കേട്ടോ. സോ ടീച്ചേഴ്സ് എന്ന് പറയുന്ന മെന്റേഴ്സ് ആയിട്ട് മാറേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോ. ഇനി വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് മെന്റർഷിപ്പ്? മെന്റർഷിപ്പിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഫീഡ്ബാക്ക്. Students should get helpful feedback about their strengths and weaknesses regularly. നമ്മുടെ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം അല്ലെ. അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വീണ്ടും അവരുടെ ഒരു വീക്ക്നെസ്സിനെ ഇല്ലാതാക്കാൻ അവർക്ക് കൂട്ടാൻ കഴിയും, സ്ട്രെങ്ത് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും, ഇതിലൊക്കെ ഒരു പ്രോപ്പർ ഫീഡ്ബാക്ക് കൊടുക്കാൻ ആസ് ടീച്ചേഴ്സ്, ആസ് മെന്റേഴ്സ് നമുക്ക് സാധിക്കണം. അവൈലബിലിറ്റി ഓഫ് ടൈം. Mentors should give enough time for open and clear communication. നമ്മുടെ കുട്ടികളോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മെന്റേഴ്സിന് കുറച്ച് സമയം മാറ്റി വെക്കാൻ അവർക്ക് സാധിക്കണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. മെന്റേഴ്സ് മസ്റ്റ് സ്റ്റേ പോസിറ്റീവ്, എൻകറേജ് സ്റ്റുഡൻസ് ആൻഡ് ഫോക്കസ് ഓൺ ദെയർ ഇംപ്രൂവ്മെന്റ്. മെന്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കണം അല്ലെ. ഫുൾ നെഗറ്റിവിറ്റി ആയിട്ട് നടക്കുന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾക്ക് ഒരു നല്ല മെന്റർ ആവാൻ കഴിയോ? ഇല്ല. എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളായിരിക്കണം. നമ്മുടെ കുട്ടികളെ എല്ലാ സമയത്തും എൻകറേജ് ചെയ്യാൻ പറ്റണം അല്ലെ. അവരുടെ ഇംപ്രൂവ്മെന്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ആയിരിക്കണം മെന്റേഴ്സ് ചെയ്യേണ്ടത്. പേഷ്യൻസ് ആൻഡ് enthusiasm. A good mentor is patient and motivates students with energy and care. ഒരു നല്ല മെന്റർ എന്ന് പറയുന്നത് നല്ല ക്ഷമയുള്ള ആളായിരിക്കണം അല്ലെ. ഒരു ക്ഷമയില്ലാത്ത ആളിനെ നമുക്ക് മെന്റർ എന്ന് പറയാൻ പറ്റുമോ? നല്ല ക്ഷമയുള്ള ആളും കുട്ടികളെ എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ കെയർ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരാളാണ് മെന്റർ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് മെന്റർ? ഒരു ടീച്ചറും മെന്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ടീച്ചർ ഗീവ്സ് നോളേജ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഒരു ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് നോളേജ്, നമ്മുടെ കുട്ടികൾക്ക് നോളേജ് കൊടുക്കാനും ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും കഴിയുന്ന ആളുകളാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ മെന്റേഴ്സ് ആരാണ്? മെന്റേഴ്സിന് തന്റെ കുട്ടികളെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അവരെ പേഴ്സണലി ഇമോഷണലി ഒക്കെ ഗ്രോ ചെയ്യാൻ കുട്ടീനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് മെന്റേഴ്സ്. സോ ഡിഫറൻസ് വളരെ ക്ലിയർ ആണ്. മെന്റർഷിപ്പ് ഇസ് മോർ ദാൻ ജസ്റ്റ് ടീച്ചിങ്. ഇറ്റ്സ് അബൌട്ട് ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് കണക്ഷൻ. ഒരു ടീച്ചിങ്ങിനേക്കാളും മെന്റർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഒരു കണക്ഷൻ എല്ലാം ബിൽഡ് ചെയ്യുന്നത് മെന്റർഷിപ്പിലൂടെയാണ്. എ മെന്റർ ആക്ട്സ് ആസ് എ ഗൈഡ്, ഫ്രണ്ട്, കൗൺസിലർ ആൻഡ് സപ്പോർട്ടർ. ഒരു മെന്റർ നമ്മൾ പറഞ്ഞു ഗൈഡ് ചെയ്യാനും ഒരു ഫ്രണ്ട് ആയിട്ടും ഒരു കൗൺസിലർ ആയിട്ടും ഒരു സപ്പോർട്ടർ ആയിട്ടും എല്ലാം ആക്ട് ചെയ്യാൻ ഒരു മെന്റർക്ക് സാധിക്കും. True mentorship happens in a relaxed, open environment where students feel safe to share. ഒരു നല്ല മെന്റർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ എൻവയോൺമെന്റ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം അല്ലെ. ഒരു തുറന്നിട്ട വാതിൽ എന്നൊക്കെ പറയുന്ന പോലെ കുട്ടികൾക്ക് എന്ത് ഷെയർ ചെയ്യാനും ഒരു പേടിയോ അല്ലെങ്കിൽ വളരെ ധൈര്യത്തോടുകൂടി തനിക്ക് നടന്ന കാര്യങ്ങളെല്ലാം തുറന്ന് പറയാൻ ഭയങ്കര സേഫ് ആയിട്ടൊരു പ്ലേസ് ആയിട്ട് തോന്നണം കുട്ടികൾക്ക്. വാട്ട് ആർ ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മെന്റർ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു പോസിറ്റീവ് റോൾ മോഡൽ ആവാൻ ഒരു മെന്റർക്ക് സാധിക്കണം. നമ്മുടെ കുട്ടികളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഒരു സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യാനും എല്ലാം ആസ് എ മെന്റർ അവർക്ക് സാധിക്കണം. ഒരു ഇമോഷണൽ സപ്പോർട്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു ടഫ് ടൈംസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ ഒരു മെന്റർക്ക് സാധിക്കണം. ഹെൽപ്സ് ഇൻ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെന്റ്. എല്ലാ തരത്തിലുള്ള ഒരു വളർച്ചയ്ക്കും നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഒരു കുട്ടിക്ക് ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യാൻ മെന്റർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് മെന്റർഷിപ്പ് റോൾസ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ മെന്റർ. ഒരു മെന്റർ ചെയ്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, ഓർഗനൈസേഷൻ. പല കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യേണ്ടി വരും അല്ലെ. പല ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യേണ്ടി വരും. ബട്ട് കീപ്സ് ദ ഷെഡ്യൂൾ ഫ്ലെക്സിബിൾ. പല കാര്യങ്ങൾ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുമെങ്കിലും ഷെഡ്യൂളുകളെല്ലാം വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ആവശ്യാനുസരണം മേ ബി പ്ലാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വരാം. മാനേജസ് ടൈം വെൽ ഫോർ പ്ലാനിങ്, ഡിസ്കഷൻ ആൻഡ് അസസ്മെന്റ്. പല ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും അതിന്റെ അസസ്മെന്റ് നടത്താനും ഉള്ള ടൈം എല്ലാം വളരെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ ഒരു മെന്റർക്ക് സാധിക്കും.
സോ ഓർഗനൈസേഷൻ ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു മെന്റർക്ക് വളരെ വളരെ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും അവരുടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ സാധിക്കണം അല്ലെ. അതുപോലെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മാത്രമല്ല തിരിച്ച് നമ്മളെ കുട്ടികളെ വളരെ കെയർഫുൾ ആയിട്ട് ലിസൺ ചെയ്യാൻ ഒരു മെന്റർക്ക് സാധിക്കണം. ആസ്ക് തോട്ട്ഫുൾ ക്വസ്റ്റ്യൻസ്. നമ്മുടെ കുട്ടികളുടെ മൈൻഡിൽ ശരിയാണല്ലോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എപ്പോഴും ആസ് എ മെന്റർ അവർക്ക് സാധിക്കണം. ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ടു ഓപ്പൺ അപ്പ്. എൻകറേജ് സ്റ്റുഡൻസ് ടു സ്പീക്ക് ഇൻ ക്ലാസ് റൂം ആൻഡ് ഡ്യൂറിംഗ് മെന്ററിങ്. നമ്മൾ നമ്മളെ കുട്ടികളെ മെന്ററിങ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ക്ലാസ് റൂമിലോ ആയിക്കോട്ടെ അവർക്ക് തുറന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ ഓപ്പൺ ആയിട്ട് ഒരു ക്ലാസിന്റെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു എൻകറേജ്മെന്റ് ആസ് എ മെന്റർ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ആക്സെപ്റ്റ്സ് ആൻഡ് വെൽക്കംസ് ന്യൂ ഐഡിയാസ്. നമ്മുടെ കുട്ടികളുടെ പുതിയ പുതിയ ചിന്താഗതിയെയും ഐഡിയാസിനെയും അക്സെപ്റ്റ് ചെയ്യാനും അത് വെൽക്കം ചെയ്യാനും ഒരു മെന്റർക്ക് സാധിക്കണം. ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹെൽപ് സ്റ്റുഡൻസ് തിങ്ക് ഡീപ്പർ. വളരെ ഡീപ്പായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാനും കുട്ടികളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കാനുമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന മെന്റേഴ്സ് ആയിരിക്കണം അല്ലെ. നെക്സ്റ്റ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് എക്സ്പീരിയൻസ്. ഒരു മെന്റർ എന്ന് പറയുമ്പോൾ അവരുടെ സബ്ജക്റ്റിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുള്ള ആളാവണ്ടേ. നമ്മൾ വേരിയസ് ടീച്ചിങ് മെത്തേഡ്സ് എന്തൊക്കെയാണോ അതിനെ കുറിച്ചെല്ലാം ധാരണയുള്ള ഒരാളായിരിക്കണം മെന്റർ എന്ന് പറയുന്നത്. സോ പ്രൊഫഷണലി വളരെ കോമ്പീറ്റന്റ് ആയിരിക്കണം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം മെന്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആണ് മെന്റേഴ്സിനുള്ളത് അല്ലെ. നെക്സ്റ്റ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. ബിൽഡ്സ് ട്രസ്റ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റുഡൻസ്. നമ്മൾ കുട്ടികളുമായിട്ട് നല്ലൊരു ട്രസ്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ മെന്റേഴ്സ്. നെക്സ്റ്റ് വൺ അണ്ടർസ്റ്റാൻഡ്സ് ആൻഡ് കെയർസ് അബൌട്ട് സ്റ്റുഡൻസ് ഇമോഷണൽ ആൻഡ് പ്രൊഫഷണൽ നീഡ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. വർക്ക് വെൽ വിത്ത് സ്റ്റുഡൻസ് ഫ്രം ഓൾ ബാക്ക്ഗ്രൗണ്ട്സ്. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടി ആയിക്കോട്ടെ, അത് ഏത് ഫാമിലി അല്ലെങ്കിൽ ഏത് റിലീജിയനിൽ നിന്ന് വരുന്ന കുട്ടി ആയിക്കോട്ടെ, അത് അവിടെയെല്ലാം ഒരു തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനോ ഇല്ലാതെ ഒരുമിച്ച് എല്ലാ കുട്ടികളെയും കാണാൻ കഴിയുന്നത് ആയിരിക്കണം മെന്റേഴ്സ് എന്ന് പറയുന്നത്. ട്രീറ്റ്സ് ഓൾ സ്റ്റുഡൻസ് വിത്ത് റെസ്പെക്ട് ആൻഡ് ഇസ് പേഷ്യന്റ്. ഒരു മെന്റർ എന്ന് പറയുന്നത് വളരെ ക്ഷമയുള്ള എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണാനും റെസ്പെക്ട് ചെയ്യാനും പറ്റുന്ന ആളായിരിക്കണം അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് മെന്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ്. നെക്സ്റ്റ് വൺ ബെനിഫിറ്റ്സ് ഓഫ് മെന്ററിങ്. എന്തൊക്കെയാണ് മെന്ററിങ്ങിന്റെ ബെനിഫിറ്റ്സ്? നമ്മൾ നല്ലൊരു മെന്ററിങ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ കഴിയില്ലേ? യെസ്. ഫസ്റ്റ് വൺ, ഒരു ടീച്ചറും കുട്ടിയും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ മെന്ററിങ്ങിലൂടെ സാധിക്കും. നെക്സ്റ്റ്, ഹെൽപ്സ് സ്റ്റുഡൻസ് ഫീൽ മോർ കോൺഫിഡന്റ് ആൻഡ് ഹാവ് ബെറ്റർ സെൽഫ് എസ്റ്റീം. നമ്മുടെ കുട്ടികൾ മോർ കോൺഫിഡന്റ് ആയിരിക്കും അല്ലെ. പിന്നെ അതുപോലെ തന്നെ പല തരത്തിലുള്ള ഡ്രഗ് യൂസേജോ അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസേജിലോട്ടെല്ലാം പോകാനുള്ള ചാൻസ് മെന്ററിങ്ങിലൂടെ കുറവാണ്. നെക്സ്റ്റ്, ഇംപ്രൂവ്സ് സ്റ്റുഡന്റ് ബിഹേവിയർ അറ്റ് ഹോം ആൻഡ് സ്കൂൾ. കുട്ടിന്റെ ബിഹേവിയർ അത് സ്കൂളിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ എല്ലാ തരത്തിലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഒരു പോസിറ്റീവ് ബിഹേവിയറും കുട്ടികൾ കാണിക്കും. നെക്സ്റ്റ്, സ്റ്റുഡൻസ് ഡു ബെറ്റർ ഇൻ സ്കൂൾ പെർഫോമൻസ്. സ്കൂളിൽ അക്കാഡമിക്കലി ആണെങ്കിലും നോൺ അക്കാഡമിക്കലി ആണെങ്കിലും വളരെ ബെറ്റർ ആയിട്ടും വളരെ ബെസ്റ്റ് ആയിട്ടും സ്റ്റുഡൻസ് പെർഫോം ചെയ്യും. അപ്പൊ നല്ല മെന്ററിങ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ, നല്ല മെന്ററിങ് കുട്ടികൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടിയുടെ ഓവറോൾ വെൽബീയിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതാണ് മെന്ററിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ റോൾ ഓഫ് മെന്റർ ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ? നമ്മൾ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ഒരു മെന്ററിന്റെ റോൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ. അതായത് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ പല തരത്തിലുള്ള നെഗ്ലക്റ്റും അബ്യൂസുകളും വയലൻസും സ്കൂളിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ എല്ലാം നേരിടും അല്ലെ. അപ്പൊ ആസ് എ മെന്റർ നമ്മുടെ കൺമുന്നിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ കുട്ടി ഒരു ട്രബിളിലൂടെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ആർക്ക് മാത്രമാണ്? മെന്റേഴ്സിന് മാത്രമാണ്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അതിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് കൊടുക്കാൻ മെന്ററിന് സാധിക്കണം അല്ലെ. മെന്റേഴ്സ് ഷുഡ് ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻസ് ആൻഡ് സപ്പോർട്ട് ദ ചൈൽഡ്. ദ മെന്റേഴ്സ് ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ കണ്ടിന്യൂസ് ഈവൻ ഔട്ട്സൈഡ് ദ സ്കൂൾ. ഈ ഒരു മെന്ററിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സ്കൂളിന്റെ അകത്ത് നിന്ന് മാത്രം അല്ലെങ്കിൽ സ്കൂൾ അവർ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല. സ്കൂളിന്റെ പുറത്താണെങ്കിലും നമ്മൾ ഈ ഒരു മെന്ററിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്. ദ ചൈൽഡ്സ് ലൈഫ് ക്യാൻ ഇംപ്രൂവ് വിത്ത് ദ മെന്റേഴ്സ് പോസിറ്റീവ് ഹെൽപ്പ്. എല്ലാ തരത്തിലും ഒരു കുട്ടിയുടെ ജീവിതത്തെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഒരു മെന്റേഴ്സിന്റെ സഹായം നമുക്ക്
ആവശ്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ ഒരു കുട്ടിയുടെ പ്രൊട്ടക്ഷൻ, ഒരു ചിൽഡ്രന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് മെന്റേഴ്സിന്റെ ഡ്യൂട്ടി തന്നെയാണ്. അത് വ്യക്തമായിട്ട് ചെയ്യാൻ മെന്റേഴ്സിന് സാധിക്കണം. നെക്സ്റ്റ്, വാട്ട് ഇസ് എ കൺസെപ്റ്റ് ഓഫ് പോസിറ്റീവ് ഡിസിപ്ലിൻ? ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് അല്ലെ. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കുട്ടികളെ നമുക്ക് എന്താ പറയാ, കുട്ടികളോട് വളരെ കൈൻഡ് ആയിട്ടും വളരെ കാം ആയിട്ടും നമുക്ക് അവരോട് പെരുമാറാൻ സാധിക്കണം അല്ലെ. കുട്ടികൾക്ക് ഒരു ചിന്ത ഉണ്ടായിരിക്കണം. അതായത് ദേ ബിലോങ് ടു അസ്, അവര് നമ്മളിൽ ഒരാളാണ്, അവർ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു തോന്നൽ കുട്ടികളിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. ഡിസിപ്ലിൻ ഷുഡ് വർക്ക് ഇൻ ദ ലോങ് ടേം. ഈ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കുറച്ചു കാലം ചെയ്യുന്നു പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണോ? അല്ല. ലോങ് ടേമിലോട്ട് വേണ്ട അല്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ യൂസ്ഫുൾ സോഷ്യൽ ആൻഡ് ലൈഫ് സ്കിൽ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാകുമ്പോൾ നല്ലൊരു സോഷ്യൽ ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യാനും അല്ലെങ്കിൽ ഗ്രോ ചെയ്യാനും ഒരുപാട് ലൈഫ് സ്കിൽസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും എല്ലാം ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ സാധിക്കും അല്ലെ. ചിൽഡ്രൻ സീ ഹൗ കേപ്പബിൾ ദേ ആർ ആൻഡ് യൂസ് ദെയർ എബിലിറ്റീസ് ഇൻ എ ഗുഡ് വേ. നമുക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്നും അത് എങ്ങനെ വളരെ റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാരണ കുട്ടികളിൽ ഉണ്ടാവും. സോ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ കുട്ടികൾക്കും അവരുടെ ലൈഫിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്ലാസ് റൂം ഡിസിപ്ലിൻ ടെക്നിക്സ്. നമ്മുടെ ക്ലാസ് റൂമിൽ എന്തൊക്കെ ടെക്നിക്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നല്ലൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, ഹാൻഡ്ലിംഗ് മിസ്ബിഹേവിയർ ഇൻ ക്ലാസ്. നമ്മുടെ ക്ലാസ് പ്രിമിസസിന്റെ അല്ലെങ്കിൽ ക്ലാസിന്റെ അകത്ത് നമ്മുടെ കുട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ക്ലാസ്സിലാണ് അല്ലെ. അപ്പൊ ക്ലാസ് റൂമിന്റെ അകത്ത് വെച്ച് എന്തെങ്കിലും ഒരു മിസ്ബിഹേവിയർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് വളരെ കാമായിട്ട് നമുക്ക് ആ ഒരു മിസ്ബിഹേവിയറിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം കേട്ടോ. നെക്സ്റ്റ്, ഫോക്കസ് ഓൺ പോസിറ്റീവ് ഡിസിപ്ലിൻ. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ആണ് അല്ലെ. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്യുക എല്ലാവരും. അങ്ങനെ ആവുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാവാൻ ചാൻസ് ഉണ്ട്. പ്രിവെന്റിങ് മിസ്ബിഹേവിയർ. എന്തെങ്കിലും ഒരു വേണ്ടാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്ബിഹേവിയർ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇല്ലാതിരിക്കാനുള്ള ശ്രമം നമ്മൾ ആദ്യം തന്നെ ചെയ്യാം. സ്റ്റുഡൻസ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ നമ്മുടെ കുട്ടികളെ ഒരുപാട് മനസ്സിലാക്കണം അല്ലെ. കുട്ടികളെ മനസ്സിലാക്കണം, അവർ നമ്മളെ മനസ്സിലാക്കണം. ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമ്പോൾ തന്നെ ഒരുപാട് ഡിസിപ്ലിൻ ഇഷ്യൂസ് ഇല്ലാതാവും. നെക്സ്റ്റ്, ടെക്നിക്സ് മാറ്റർ. നമ്മുടെ കുട്ടികളിലെ ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് ടെക്നിക്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ എന്ത് ടെക്നിക്ക് യൂസ് ചെയ്യുന്നു, എന്ത് ടൂൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വളരെ വൈസ് ആയിട്ട് ചൂസ് ചെയ്യാൻ ആസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ മെന്റേഴ്സ് നമുക്ക് സാധിക്കണം. പണിഷ്മെന്റ് ആസ് എ ലാസ്റ്റ് റിപ്പോർട്ട് ആണ് കേട്ടോ അത്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെല്ലാം പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതി അല്ലാതെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാത്രമായിരിക്കണം പണിഷ്മെന്റ്. അല്ലാതെ എന്ത് വിഷയം ഉണ്ടെങ്കിലും കുട്ടിനെ പണിഷ് ചെയ്താൽ നമുക്കൊരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു തരത്തിലും ഡീൽ ചെയ്യാൻ പറ്റാത്ത കേസിൽ മാത്രമേ പണിഷ്മെന്റ് എന്ന് പറയുന്ന കേസ് നമ്മൾ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അതിന് മുന്നേ നമുക്ക് അതിനെല്ലാം റെഡിയാക്കാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പണിഷ്മെന്റ് ആൻഡ് പോസിറ്റീവ് ഡിസിപ്ലിൻ? എന്താണ് ഈ രണ്ട് കൺസെപ്റ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നോക്കാം കേട്ടോ. ഫസ്റ്റ്, പണിഷ്മെന്റ്. Punishment is simple, but it can be very harmful, causing physical or emotional pain. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് എല്ലാ തരത്തിലും ഫിസിക്കലി ഇമോഷണലി ഒക്കെ നമുക്കൊരു ഒരു വേദന തരുന്ന കാര്യമാണ് അല്ലെ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ റെഡ്യൂസിങ് ഫ്യൂച്ചർ മിസ്റ്റേക്സ്. നമ്മളിപ്പോ ഒരു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തു, നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ പണിഷ് ചെയ്തു, അത് ആ ഒരു പണിഷ്മെന്റ് ചെയ്തു എന്ന് വിചാരിച്ച് ഭാവിയിൽ ആ ഒരു കുട്ടി ആ സെയിം മിസ്റ്റേക്ക് ചെയ്യാതെ എന്താ പറയാ വീണ്ടും എന്താ എനിക്ക് പറയാൻ പറ്റുന്നില്ല, വീണ്ടും ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ. നമ്മള് പണിഷ്മെന്റ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അത് ചെയ്യാതിരിക്കാനൊന്നുമില്ല, വീണ്ടും അത് ചെയ്യാം മേ ബി. സോ അത് പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു ഗുഡ് കൺസെപ്റ്റ് ഒന്നും അല്ല. അത് കുട്ടീനെ എല്ലാ തരത്തിലും മാറ്റിയെടുക്കാനൊന്നും മേ ബി സാധ്യതയില്ല. നെഗറ്റീവ് ഡിസിപ്ലിൻ. ഇറ്റ് ഇൻവോൾവ്സ് വെർബൽ ഡിസപ്രൂവൽ ആൻഡ്
സ്കോൾഡിങ്. നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിസിപ്ലിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ കുട്ടീനെ എല്ലാ തരത്തിലും അംഗീകരിക്കാതിരിക്കുക, അവരെ നമ്മൾ പേടിപ്പിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, സ്കോൾഡ് ചെയ്യുക, അല്ലെ, ഇതെല്ലാമാണ് നെഗറ്റീവ് ഡിസിപ്ലിനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, കോർപ്പറൽ പണിഷ്മെന്റ് കോസസ് സിവിയർ ഇമോഷണൽ ഓർ ഫിസിക്കൽ പെയിൻ. നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി അവരെ വേദനിപ്പിക്കുക, ഫിസിക്കലി അടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കോർപ്പറൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പോസിറ്റീവ് ഡിസിപ്ലിൻ. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സെൻസ് എ മെസ്സേജ് ദാറ്റ് വയലൻസ് ഇസ് നോട്ട് ഓക്കെ ആൻഡ് ഓഫേഴ്സ് ഓൾട്ടർനേറ്റീവ് ടു പണിഷ്മെന്റ്. അതായത് നമ്മൾ പണിഷ്മെന്റ് അല്ല, എന്തൊരു കേസ് വന്നാലും അതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പണിഷ്മെന്റ് അല്ല, അതിന് വേറെ പല ഓൾട്ടർനേറ്റീവ് ഉണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജ് നമ്മൾ കുട്ടികളിലോട്ട് കൊടുക്കുന്നതിനെയാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ ഹെൽപ്സ് സ്റ്റുഡൻസ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ്, പോസിറ്റീവ് ഡിസിപ്ലിൻ ഇസ് എ കീ. ടീച്ചേഴ്സ് യുണൈറ്റ് says that aggressive punishment goes against human rights and doesn't solve the problem. ഒരിക്കലും ഒരു പണിഷ്മെന്റ് ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അല്ല, അല്ലെ. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് തന്നെയാണ് കീ. അതിലാണ് നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ട കാര്യവും. പണിഷ്മെന്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ അല്ല. ഗുഡ് ഡിസിപ്ലിൻ ക്രിയേറ്റ്സ് പോസിറ്റീവ് സ്കൂൾ. ഒരു ഗുഡ് ഡിസിപ്ലിൻ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാ തരത്തിലും ഒരു പോസിറ്റീവ് സ്കൂൾ ആയിരിക്കും. സോ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല നമ്മൾ എടുക്കേണ്ടത്. കുട്ടികളെ അല്ലാതെ തന്നെ നമുക്ക് പല ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവരുടെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും മിസ്ബിഹേവിയർ എല്ലാം ഇല്ലാതാക്കാനും സാധിക്കും കേട്ടോ. ഇനി എന്തൊക്കെയാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ ടെക്നിക്സ് എന്നുള്ളത് നോക്കാം. നമുക്ക് പല തരത്തിലുള്ള പോസിറ്റീവ് ഡിസിപ്ലിൻ ടെക്നിക്സ് ഉണ്ട്, അല്ലെ. ഫസ്റ്റ് വൺ, എൻകറേജ്മെന്റ് ഓവർ പണിഷ്മെന്റ്. അതായത് പണിഷ്മെന്റ് കൊടുക്കാതെ എൻകറേജ് ചെയ്യുക, അല്ലെ. എല്ലാ തരത്തിലും കുട്ടീനെ നമ്മൾ എൻകറേജ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടി എന്തെങ്കിലും ഒരു കുസൃതി തരം കാണിച്ചു എന്ന് വിചാരിക്കുക. അതിന് നമ്മൾ അപ്പ പിടിച്ച് അടിച്ചിട്ട് കാര്യമുണ്ട് ഇല്ല. അവരെ എൻകറേജ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ കുട്ടിക്ക് ഒരു എൻകറേജ്മെന്റ് കൊടുക്കാൻ നോക്കുക. ഓക്കെ, സെറ്റ് ക്ലിയർ ക്ലാസ് റൂം റൂൾസ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ ഇയർ. ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ ക്ലാസ് റൂം റൂൾസ്, നമ്മൾ എല്ലാവരും സ്കൂളിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ നമ്മുടെ പിയേഴ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇത്തരം ക്ലാസ് റൂം റൂൾസ് എല്ലാം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാം. സെറ്റ് മാനേജബിൾ ഗോൾസ് ഫോർ സ്റ്റുഡൻസ്. കുട്ടികൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് സെറ്റ് ചെയ്യാം. അവരെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ഗോൾസ് നമ്മൾ അവരെ കൊണ്ട് സാധിച്ചെടുപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമുണ്ടോ, ഇല്ല, അല്ലെ. അപ്പൊ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. മേക്ക് ടൈം ടു ലിസൺ. നമ്മൾ അവരോട് കേൾക്കുക, അല്ലെ. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടിരുന്ന് കേൾക്കുക. മോഡൽ ഗുഡ് ബിഹേവിയർ. നമ്മൾ തന്നെ എന്താ പറയാ, നല്ല ബിഹേവിയർ എല്ലാം കാണിച്ച് കുട്ടികൾക്ക് ഒരു മോഡൽ ആവാൻ ശ്രമിക്കുക. റിമൂവ് ഒബ്ജക്ട്സ് ഇൻ ദ എൻവയോൺമെന്റ് ദാറ്റ് കോസ് ഡിസ്ട്രാക്ഷൻ. കുട്ടികൾക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ചുറ്റുപാടിൽ ഉണ്ടെങ്കിൽ അതില്ലാതാക്കുക, അത്തരം പ്രോബ്ലംസ് ഇല്ലാതാക്കുക ആദ്യം തന്നെ. സെർച്ച് ഫോർ ദ റൂട്ട് കോസ് ഓഫ് മിസ്ബിഹേവിയർ ഇൻ ദ സ്റ്റുഡന്റ് ആൻഡ് ട്രൈ ടു റിമൂവ് ഇറ്റ്. ഒരു കുട്ടി എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു ബിഹേവിയർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിഹേവിയർ ചേഞ്ച് ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. ക്രിയേറ്റ് ഇൻഡിവിജ്വൽ പ്ലാൻസ് ഫോർ സ്റ്റുഡൻസ്. ഓരോ കുട്ടികളും ഒരുപോലെയാണോ, അല്ല, അല്ലെ. എല്ലാ കുട്ടികളും ഡിഫറെന്റ് ആണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്, ബിഹേവിയർ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എല്ലാ കുട്ടികൾക്കും സെയിം പ്ലാനുമായിട്ട് ക്ലാസ് റൂമിൽ പോയിട്ട് കാര്യമുണ്ടോ, ഇല്ല. ഇൻഡിവിജ്വൽ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക. ബീങ് സപ്പോർട്ടീവ്, പ്രൈസിങ് സ്റ്റുഡൻസ്. കുട്ടികൾക്ക് സപ്പോർട്ടിങ് ആയിട്ട് നിൽക്കുക, അല്ലെ. അവരെ കെയർ ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുക. കുട്ടികളെ പ്രൈസ് ചെയ്യുക, അല്ലെ. അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അവരെ പ്രൈസ് ചെയ്യുക. എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അവർ പ്രൈസ് ചെയ്യുമ്പോൾ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. അത് അവർക്ക് ഒരു എൻകറേജ്മെന്റും ഒരു കോൺഫിഡൻസും എല്ലാം ബിൽഡ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് പോസിറ്റീവ് ഡിസിപ്ലിൻ. ഈ പോസിറ്റീവ് ഡിസിപ്ലിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കിയാലോ. സ്റ്റുഡൻസ് ഷോ റെസ്പെക്ട് ഫോർ ദ ടീച്ചർ. നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ തന്റെ ടീച്ചറിനെ എല്ലാ രീതിയിലും റെസ്പെക്ട് ചെയ്യും, അല്ലെ. സ്റ്റുഡൻസ് ആർ ഓൺ ടാസ്ക്സ് ആൻഡ് എൻഗേജ്ഡ്.
എപ്പോഴും അവരെന്തെങ്കിലും ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അപ്പൊ നെഗറ്റീവ് തോട്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ലെസ് ഡിസിപ്ലിനറി മെഷേഴ്സ് ആർ നീഡഡ്. അവരെ ഡിസിപ്ലിൻ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരിക്കില്ല. ബിക്കോസ് ഓൾറെഡി അവർ ആ റൈറ്റ് ട്രാക്കിലായിരിക്കും. പ്യുവർ സസ്പെൻഷൻ ആൻഡ് എക്സ്പെൽഷൻ. നമ്മൾ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അവരെ തെറ്റ് തിരുത്തുക, അങ്ങനത്തെ കേസുകളെല്ലാം വളരെ കുറവായിരിക്കും. സ്റ്റുഡൻസ് സീ റൂൾസ് ആസ് ഫെയർ. നമ്മുടെ ക്ലാസ് റൂം റൂൾസ് എന്തൊക്കെയാണോ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് വളരെ ഫെയർ ആയിട്ടും അത് റൈറ്റ് ആണ്, അത് കറക്റ്റ് ആണ്, നമുക്കത് ഫോളോ ചെയ്യണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ഉണ്ടായിരിക്കും. അറ്റൻഡൻസ് ഇംപ്രൂവ്ഡ്. നമ്മൾ എല്ലാ തരത്തിലും കുട്ടികൾ അവൈലബിൾ ആയിരിക്കും അല്ലെ. ക്ലാസ് സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കൂൾ സ്കിപ്പ് ചെയ്യാനോ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. അവര് ഒരു നല്ലൊരു വെൽബീയിങ്ങിലും ഒരു ഒരു എന്താ പറയാ ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടും ആറ്റിറ്റ്യൂഡും ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. സോ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പണിഷ്മെന്റ് അല്ല ഒന്നിനുമുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡിസിപ്ലിൻ ആണ് വേണ്ടത്. അത് നമ്മുടെ കുട്ടികളെ എല്ലാ തരത്തിലും ബെനിഫിറ്റ് ചെയ്യുള്ളൂ കേട്ടോ. നെക്സ്റ്റ്, സ്കിൽസ് ഫോർ സെലിബ്രേറ്റിംഗ് ചൈൽഡ് റൈറ്റ്സ്. നമ്മുടെ കുട്ടികളുടെ റൈറ്റ്സ് നമുക്ക് അംഗീകരിക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും ആസ് ടീച്ചേഴ്സ് നമുക്ക് സാധിക്കണം അല്ലെ. എല്ലാ കുട്ടികൾക്കും റൈറ്റ്സ് ഉണ്ട്. വാട്ട് ഇസ് ലിങ്ക്ഡ് റൈറ്റ്സ്? ദ കൺവെൻഷൻ റൈറ്റ്സ് ആർ കണക്റ്റഡ്. വൺ റൈറ്റ് കനോട്ട് ബി ഫുള്ളി എൻജോയ്ഡ് വിത്തൗട്ട് ദ അതേഴ്സ്. നമ്മുടെ ഒരു കൺവെൻഷനൽ അല്ലെങ്കിൽ ഒരു ഓൾറെഡി നടന്നു പോരുന്ന ഒരു ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാം കണക്റ്റഡ് ആണ് അല്ലെ. ഒന്നില്ലാതെ മറ്റൊന്നും ഒരിക്കലും നമുക്ക് ഫുള്ളി എൻജോയ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ റൈറ്റ്സ് എല്ലാം, ചൈൽഡ് റൈറ്റ്സ് എല്ലാം ദേ ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. ഒരുപാട് റൈറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. റൈറ്റ് ടു എക്സ്പ്രസ് യുവർ സെൽഫ്, റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഇതെല്ലാം കുട്ടികളുടെ റൈറ്റ്സ് ആണ്. നോൺ ഡിസ്ക്രിമിനേഷൻ, ആർട്ടിക്കിൾ 2 പ്രകാരമുള്ള റൈറ്റ് ആണ് നോൺ ഡിസ്ക്രിമിനേഷൻ. അതായത് എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്. നെക്സ്റ്റ്, ആർട്ടിക്കിൾ 6 വരുന്ന റൈറ്റ് ആണ് റൈറ്റ് ടു സർവൈവൽ ആൻഡ് ഡെവലപ്മെന്റ്. അതായത് എല്ലാ കുട്ടികൾക്ക് വളരാനും എല്ലാ കുട്ടികൾക്കും ജീവിക്കാനുള്ള അവകാശവും അധികാരവും നമ്മുടെ ഈ ഒരു ഭൂമിയിലുണ്ട്. അത് ആർട്ടിക്കിൾ 6 ആണ്. നെക്സ്റ്റ്, ആർട്ടിക്കിൾ 3 പ്രകാരം ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്. ഡിസിഷൻസ് ഷുഡ് പ്രയോറിറ്റൈസ് വാട്ട്സ് ദ ബെസ്റ്റ് ഫോർ ദ ചൈൽഡ്. നമ്മൾ നമ്മുടെ കുട്ടിക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണ് അതിനനുസരിച്ചുള്ള ഒരു ഡിസിഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ. സോ കുട്ടികളുടെ റൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ റൈറ്റ് എന്ന് പറയുന്നത് അവർക്ക് എല്ലാ തരത്തിലും കിട്ടാൻ അവകാശമുള്ളതാണ്. സോ നമ്മളത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ്, മീനിങ് ഓഫ് സെലിബ്രേഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ബൈ ടീച്ചേഴ്സ്. എന്താണ് ഈ ഒരു സെലിബ്രേഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്? ടീച്ചേഴ്സ് എങ്ങനെയാണ് അത് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് അംഗീകരിക്കേണ്ടത് ചൈൽഡ് റൈറ്റ്സിനെ എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. എന്താണ് ടീച്ചേഴ്സിന്റെ റോൾ? ടീച്ചേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഹെൽപ്പിംഗ് ചിൽഡ്രൻ ഗ്രോ ആൻഡ് റീച്ച് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. നമ്മുടെ കുട്ടികൾക്ക് വളരാനും അവർക്ക് അവരുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാനും ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ ടീച്ചേഴ്സ് ആണ് അല്ലെ. ദിസ് ഇൻക്ലൂഡ്സ് പ്രൊട്ടക്ടിങ് ദെയർ റൈറ്റ്സ് ആൻഡ് സേഫ്റ്റി. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചൈൽഡ് റൈറ്റ് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. സോ ചൈൽഡ് റൈറ്റ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന എന്നാന്ന് നോക്കാം കേട്ടോ. എവ്രി ഇയർ ഓൺ November 20. ഈ ഒരു ഡേറ്റ് ഓർത്ത് വെക്കുക. November 20 ആണ് ചൈൽഡ് റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ചൈൽഡ് റൈറ്റ്സ് ഡേ ഇസ് സെലിബ്രേറ്റഡ് ടു റിമെമ്പർ ദ റിയൽ ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഓൾ ചിൽഡ്രൻ. എല്ലാ കുട്ടികൾക്കും അവരുടെ റൈറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് November 20 ചൈൽഡ് റൈറ്റ് ഡേ. എന്താണ് ഈ സെലിബ്രേഷൻ? വാട്ട് ഡസ് ദിസ് സെലിബ്രേഷൻ മീൻസ്? For a teacher, celebrating child rights means truly appreciating and observing these rights in everything they do in the classroom. ഒരു ടീച്ചർ എങ്ങനെയാണ് ചൈൽഡ് റൈറ്റ് സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടും അവരുടെ റൈറ്റ്സ് എല്ലാം നമുക്കറിയാം അല്ലെ, അത് ഒബ്സർവ് ചെയ്തിട്ടും ക്ലാസ് റൂമിൽ എന്ത് കാര്യങ്ങൾ നടക്കുമ്പോഴും അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാനും അവിടെ ചൈൽഡ് റൈറ്റ്സിനെ നമുക്ക് എന്താ പറയാ ഇംപ്ലിമെന്റ് ചെയ്യാനും എല്ലാം സാധിക്കണം അല്ലെ. കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ വേണ്ടത്. ദിസ് എൻഷുവേഴ്സ് ദാറ്റ് ചിൽഡ്രൻ ആർ പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സ്കൂൾ. ആസ് എ ടീച്ചർ ചൈൽഡ് റൈറ്റ്സിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ സ്കൂളിന്റെ അകത്തും പുറത്തും എന്താണ് നമ്മുടെ കുട്ടികൾ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ടീച്ചേഴ്സ് ആസ് മെന്റേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. നമ്മുടെ കുട്ടികളുടെ റൈറ്റ്സ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക്
റൈറ്റ്സ് എന്താന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കുട്ടികളെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും അവരെ എല്ലാ തരത്തിലും ഒരു അപ്പ് സ്കിൽ അല്ലെങ്കിൽ ഒരു മുന്നേറ്റം കൊണ്ടുവരാൻ ആസ് എ മെന്റർ നമുക്ക് സാധിക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്കിൽസ് റിക്വയർഡ് ഫോർ ദ ടീച്ചർ ടു സെലിബ്രേറ്റ് ദ ചൈൽഡ് റൈറ്റ്. ഇനി ഈ ചൈൽഡ് റൈറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ടീച്ചർക്ക് എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത്? നീഡ് ഫോർ സപ്പോർട്ട്. ചിൽഡ്രൻ ഹു ഹാവ് ബീൻ അബ്യൂസ്ഡ്, എക്സ്പ്ലോയിറ്റഡ് ഓർ ഇഗ്നോർഡ് നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് കെയർ. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇഗ്നോറൻസോ അബ്യൂസ് എല്ലാം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് കെയർ വേണം അല്ലെ. അപ്പൊ ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? ഇത്തരം അബ്യൂസുകളെല്ലാം ഐഡന്റിഫൈ ചെയ്യുകയും ലേണിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുകയും ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് ആവശ്യമായിട്ടുള്ള കുട്ടികൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയുമാണ് ടീച്ചേഴ്സിന്റെ റോള്. അപ്പൊ എന്തൊക്കെ സ്കിൽസാ ടീച്ചേഴ്സിന് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, കൊളാബറേഷൻ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ടീച്ചേഴ്സിന് വേണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ടീച്ചേഴ്സിന് സാധിക്കണം. ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ടീച്ചർ ആയിരിക്കണം, അതൊരു സ്കില്ലാണ്. ചൈൽഡ് ഫ്രണ്ട്ലി ടീച്ചർ ആയിരിക്കണം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ടീച്ചർക്ക് സാധിക്കണം. ഒരു എംപതി നമ്മുടെ കുട്ടികളോട് ഉണ്ടാവാൻ ടീച്ചേഴ്സിന് സാധിക്കണം. ടീച്ചേഴ്സിന് തന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും എപ്പോഴും ഒരു കാം ആയിട്ടിരിക്കാനും ക്ഷമയോടുകൂടെ ഇരിക്കാനുമുള്ള ഒരു സ്കില്ല് ടീച്ചേഴ്സിന് വേണം. ഓർഗനൈസേഷണൽ സ്കില്ല് വേണം അല്ലെ. പല കാര്യങ്ങൾ ഒരു സ്കൂളാവുമ്പോൾ പ്ലാൻ ചെയ്യേണ്ടി വരും, ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യേണ്ടി വരും, ഓർഗനൈസ് ചെയ്യേണ്ടി വരും, മേ ബി പ്ലാൻസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടി വരും. സോ ഇത്തരം സ്കിൽസ് എല്ലാം ടീച്ചേഴ്സിന് വേണം. നെക്സ്റ്റ്, പോളിസി അവയർനെസ്. എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളിന്റെ പോളിസി, എന്തൊക്കെയാണ് ചൈൽഡ് റൈറ്റ്സിന്റെ ഇമ്പോർട്ടൻസ്, ഇതിനെല്ലാം കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കണം. പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ. എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രശ്നങ്ങൾ ടീച്ചേഴ്സ് ഒരു ദിവസത്തിൽ നേരിട്ട് പോവേണ്ടി വരും. ഡെയിലി ഇന്നത്തെ പ്രോബ്ലങ്ങൾ ആയിരിക്കില്ല നാളത്തെ പ്രോബ്ലങ്ങൾ. അപ്പൊ എന്ത് പ്രോബ്ലം വന്നാലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ടീച്ചേഴ്സിന് വേണം. ഈ സ്കില്ലുകളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചൈൽഡ് റൈറ്റ്സിനെ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെ. ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കണം, ഓപ്പൺ കമ്മ്യൂണിക്കേഷനും ഓർഗനൈസേഷണൽ സ്കില്ലും പ്രോബ്ലം സോൾവിങ് സ്കില്ലും എല്ലാം ആസ് എ ടീച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ചൈൽഡ് റൈറ്റ്സിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും എന്താണ് ടീച്ചേഴ്സിന്റെ റോള്? ടീച്ചേഴ്സ് എന്ന് പറയുന്നത് മെന്റേഴ്സ് ആണ് ഇപ്പോൾ അല്ലെ. നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട സപ്പോർട്ടും കെയറും എല്ലാം കൊടുക്കേണ്ട മെന്റേഴ്സ് ആണ് ടീച്ചേഴ്സ്. സോ എന്താണ് മെന്ററിങ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്, അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, ടീച്ചേഴ്സിന്റെ റോൾ എന്തൊക്കെയാണ്, വാട്ട് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് പോസിറ്റീവ് ഡിസിപ്ലിൻ, പണിഷ്മെന്റും പോസിറ്റീവ് ഡിസിപ്ലിനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഓക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ സ്കൂളിന്റെ അകത്തും നമ്മുടെ ക്ലാസ് റൂമിന്റെ അകത്തും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളും ആസ് എ ടീച്ചർ ആസ് എ മെന്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് കേട്ടോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതോടുകൂടെ ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നമുക്കത് ഡീൽ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. ഇതോടുകൂടെ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ താങ്ക് യു എവ്രി വൺ. ഐ ഹോപ്പ് ഈ ഒരു സെഷൻ ഓക്കെ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.